ഹലോ. നല്ല പഞ്ഞി കണക്കെ ഇരിക്കുന്ന കേട്ടോ ആട്. ഗൈസ് കണ്ടില്ലേ, നമ്മള് ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ നടന്ന് ഗൈസ് ഇത് കണ്ടാ തിരക്ക് കൂടിയിട്ട് ഇതാണ്ടില്ലേ, നമ്മൾ രണ്ടുപേരാണ് ഫ്രണ്ട് ഇരിക്കുന്നത്. ഇതാണ്ടില്ലേ പുള്ളിക്കാരൻ ഡ്രൈവർ, അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ഡ്രൈവർ കണ്ടില്ല. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു ഗൈസ്. ഹലോ ഗായ്സ്, എക്സോഡി ബീസിന്റെ കാശ്മീർ സോളോ ട്രിപ്പിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ നിന്നും കാശ്മീർ വരെ വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്നും കാശ്മീർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് നമ്മുടെ കാശ്മീർ ട്രാവൽ വ്ളോഗ്. അങ്ങനെ കാശ്മീരിലെ 4ാമത്തെ ദിവസമായ ഇന്ന് ശ്രീനഗറിൽ നിന്നും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കാശ്മീരിലെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ പഹൽഗാമിലാണ്. ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമില്ലേ, ഗ്രൗണ്ട് ലെവൽ സീ ലെവലിൽ നിന്ന് 2700 മീറ്റർ ഉയരത്തിലാട്ടോ. അതിൻ്റെതായ ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ ഓൾറെഡി ചുമയുള്ളതുകൊണ്ട് ആ ഒരു കിതപ്പ് നമ്മൾ ഹൈറ്റിലല്ലേ കയറി വരുന്നത്. ഇതുപോലെ തന്നെ ഗുൽമർഗിലും ഓൾമോസ്റ്റ് 2650 മീറ്ററാണ് ഉയരം. എന്താ അല്ലേ, ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെയുള്ള ഹൈറ്റിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും സ്നോഫാളൊക്കെ കാണുന്നതും. എൻ്റെ ലൈഫിൽ ഞാൻ സ്നോ കാണുന്നത് ഇതുപോലുള്ള ഇന്നലെ മെനിഞ്ഞാന്ന് ഗുൽമർഗ് പോയ സമയത്താണ്. ഇന്നും കൂടെ കഴിഞ്ഞതൊക്കെ ഇനി വെറും മെമ്മറീസ് മാത്രമാണ് ഗൈസ്. നമ്മുടെ നാട്ടിലെ വെറും വെള്ളമാണ് ഇതാ ഇവിടെ കട്ടയ്ക്ക് സ്നോ ആയിട്ട് കിടക്കുന്നത്. -1 കേട്ടോ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. പക്ഷേ 2 ദിവസം കൊണ്ട് നല്ല തണുപ്പിലൊക്കെ നിന്നിട്ട് വലിയ തണുപ്പ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരു ഗുണം, കാശ്മീരിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ കാറ്റ് കുറവാണ് കേട്ടോ, തണുത്ത കാറ്റ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് എത്ര നേരം വേണം ഒരു സ്ഥലത്ത് നിൽക്കാം. ഇവിടെ വന്നിട്ട് കാശ്മീരിനകത്ത് പ്രവേശിച്ചിട്ട് ഇത്രയും നേരമായിട്ടും അങ്ങനെ കാറ്റൊന്നും കിട്ടില്ല. കാരണം നിങ്ങൾ മരങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, എല്ലാം ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു ഇല പോലും അനങ്ങാതെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. രാത്രി ആയാൽ പോലും കാറ്റില്ല. അതുകൊണ്ട് കാര്യം കൊണ്ടുണ്ടെങ്കിൽ പിന്നെ തണുപ്പിൻ്റെ കാഠിന്യം കൂടും. നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് പറഞ്ഞ് എനിക്ക് തീരുന്നില്ല, അതാണ് ഞാനിങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ഫ്രഷ് സ്നോയാ, തണുപ്പായതുകൊണ്ട് കുടിച്ചിറക്കാൻ പറ്റില്ല. കണ്ടില്ലേ ഇവിടെ മൊത്തം ഈ കുന്ന് മൊത്തം സ്നോയാണ്. സ്നോഫാൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പച്ചപ്പുള്ള മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഗായ്സ് പ്ലീസ് സബ്സ്ക്രൈബ്. അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാനിത് ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, ഇത് പൈൻ മരം പോലത്തെ ട്രീ ആണ്. പൈനല്ല, അതുപോലുള്ള ട്രീ ആണ്. അപ്പം മരത്തിന് വണ്ണം വെക്കാൻ വേണ്ടി അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടിവിടുന്ന കാഴ്ചയാണ് കേട്ടോ. കൈക്കോടായും കൊണ്ടുപോയിട്ട് ഒരു ഉണ്ടോ, ഈ ഒരു ലെവലിൽ ഉണ്ടോ, ഈ ഒരു മരം കണ്ടോ വെട്ടി വിട്ടേക്കുന്നതാണ്. ഗൈസ് ഇതാണ് കാശ്മീരിലെ ആടുജീവിതം. കണ്ടില്ലേ, ചെമ്മരിയാട്ടിനെ മേയ്ക്കുന്ന ആട്ടിടനാണ് കേട്ടോ. केरला से केरला कौन होटल? होटल कौन? होटल डाल गेट में. Yeah, I'm just coming to visit and go. കണ്ടോ ഗൈസ്, ചെമ്മരിയാടുണ്ടോ? നല്ല കട്ടിയുള്ള തൊലി കേട്ടോ, നമ്മൾ നേരിട്ട് കാണുന്ന പോലെ അല്ല കേട്ടോ. കണ്ടില്ലേ, കുട്ടിയാട്. ഈ ഒരു മരത്തിൽ നിന്ന് വെട്ടിയിട്ട ആ ഒരു ശിഖരമില്ലേ, ഇത് ആടിനെ തിന്നാനുള്ളതാണ്. ഇനി ആടിനെ തിന്നാൻ വേണ്ടിയിട്ടാണോ ഇവരിത് വെട്ടിയെടുക്കുന്നതെന്ന് എനിക്കറിയില്ല. കണ്ടില്ലേ, കുട്ടി ആടുകൾ. കറക്റ്റ് കമ്പിളിപ്പൊതുപ്പ് പോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ ആടിനെ തൊട്ട സമയത്ത്. കണ്ടില്ലേ ഈ കുട്ടിയാടിൻ്റെ ശരീരം കണ്ടോ, തനി പഞ്ഞിയാണ്, പഞ്ഞി തൊടുമ്പോൾ ഇരിക്കുന്നത്. കണ്ടോ, എന്ത് ക്യൂട്ടല്ലേ ഇതിനൊക്കെ കാണാൻ. ഇതൊക്കെ രോമം എടുത്തിട്ട് ട്രിം ചെയ്തിട്ടേക്കുന്നതാണ്.
ഇതൊക്കെ കുഞ്ഞാട്ടോ, കുട്ടിയാടുകളാണ്. ഹലോ, നല്ല പഞ്ഞി കണക്കെ ഇരിക്കുന്ന കേട്ടോ ആട് കണ്ടല്ലേ. ഇത്ര ക്ലോസപ്പ് ആയിട്ട് കിട്ടുന്നത് ഫസ്റ്റ് ടൈമാ. ഓടല്ലേ. അയ്യോ, ഒരു വഴി കൂടെ താഴേക്ക് ഇറങ്ങണതാ. ഒരു സീനുണ്ട് ഗൈസ്, ഇവിടെയൊക്കെ കല്ലുണ്ട് കേട്ടോ, പാറക്കല്ലുകളുണ്ട് ഗൈസ്. കണ്ടില്ലേ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ നടന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ്. ഗൈസൊക്കെ ദൂരെ കാണുന്ന മല കണ്ടില്ലേ, ദൂരം നോക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. പക്ഷേ ഇതേപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത്. കണ്ടില്ലേ, ഇതേപോലത്തെ സ്ഥലം തന്നെയാണ്. പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോഴാണ് ഇതുപോലൊരു വിഷ്വൽ നമുക്ക് കിട്ടുന്നത്. മഞ്ഞും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കാടുകളും ഇതുപോലെ മരങ്ങളും ഒക്കെ ചേർന്നിട്ട്. ഗൈസ് കണ്ട ഈ തണുപ്പത്ത് വെള്ളത്തിൽ ചപ്പല് മാത്രം ഇട്ടിട്ട് ഒന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പയ്യന്മാർ. അത് പേടിക്കുന്നു. അങ്ങ് പോട്ടെ. ഗൈസ് ഞങ്ങളങ്ങനെ പഹൽഗാമിൽ നിന്ന് തിരിച്ച് ആനന്ദ്നാഗിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ വണ്ടിയിലാട്ടോ, കാറിലാണ്. ഇവിടെ നിന്നും സെയിം തന്നെ, നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ച് 100 രൂപയാണ് ഒരാൾക്ക് കേട്ടോ. ഗൈസ് നമ്മുടെ സാരഥിയാണ് കേട്ടോ. ആപ്കാ നാം ബോലോ? ഓ യാസിദ് ഭായ് നമ്മളെ 10 മിനിറ്റ് റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചു തരുമെന്ന് തോന്നുന്നു. ഇനി 10 മിനിറ്റേ ഉള്ളൂ ട്രെയിൻ. ഇല്ലാതെ ഇന്നെ വീണ്ടും 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നല്ല വെയിലുണ്ട് കേട്ടോ. आनंदनाग रेलवे स्टेशन जाएंगे, उसके बाद बनिहाल जाने के लिए, उसके बाद उधमपुर जाने के लिए, then to Delhi by train. Few moments later. ഗൈസ് ഇത് കണ്ടാ തിരക്ക് കൂടിയിട്ട് ഇതാണ്ടില്ലേ, നമ്മൾ രണ്ടുപേരാണ് വണ്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, പുള്ളിക്കാരൻ ഡ്രൈവർ, അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ഡ്രൈവർ കണ്ടില്ലേ. 2 ഡ്രൈവറൊക്കെ ഇങ്ങനെ. പുള്ളിക്കാരൻ ഡ്രൈവർ സീറ്റിന്റെ അപ്പുറത്ത് മറ്റൊരാളിരിക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ കാഴ്ച ഇപ്പൊ കാണാം. നമ്മളിപ്പോ ആനന്ദനാഗ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. ഗൈസ് ഇവിടെ ആനന്ദനാഗർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. കാണില്ല, ഇവിടെ ഹാഫ് ചിക്കൻ ബിരിയാണി, അതായത് 3 ചെറിയ പീസൊക്കെയുള്ള ചിക്കൻ ബിരിയാണിയും പിന്നെ അതിൻ്റെ കൂടെ സലാഡും എന്തൊക്കെയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കുപ്പി വെള്ളം കൂടെ ഫ്രീ ആണെന്നാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരുന്നതാണ്. 100 രൂപ കേട്ടോ റേറ്റ്. 100 അവിടെ 100 5 മണിക്ക്. ഗൈസ് ആ ബിരിയാണി കൊള്ളാം കേട്ടോ. ബിരിയാണി ഹാഫ് ബിരിയാണി 100 രൂപയ്ക്ക് അവർ രണ്ടാമത് വീണ്ടും റൈസൊക്കെ തരും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വെള്ളമൊക്കെ കിട്ടി. കൊള്ളാം, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അവരുടെ സർവീസൊക്കെ. ചെറിയൊരു കടയാണ് കേട്ടോ, ഈ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള കടയാണ്. ഇനി ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ലഗേജ് തിരിച്ചെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഗൈസ് ഇത് ആനന്ദനാഗ് ബസ് സ്റ്റാൻഡാണ് കേട്ടോ, ഇവിടെ തന്നെ. हाय बोलो. हाय 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 हाय. आपका नाम? कैसा लगा कश्मीर? अच्छा लगा, बहुत अच्छा लगा. बहुत प्यारा कश्मीर है. really love it. हाँ. आपका नाम क्या है? आपका नाम? मेरा नाम बशीर अहमद. नाइस टू मीट यू. हाँ बस. कहाँ रहता है आप? केरला से. केरला से. कब आया इधर? 4 दिन पहले. क्या है कश्मीर में मेहमान नवाजी इधर? कश्मीर का आदमी अच्छा है. कश्मीर का आदमी अच्छा है. हॉस्पिटैलिटी है. फिट है. या हाँ, कोई दिक्कत मत आई है. बहुत वेरी सपोर्टिव. सपोर्टिव हो गया, कोई टेंशन. ओके താങ്ക് യു ഭയ്യ. ओके. അപ്പോൾ ആണല്ലേ കാശ്മീരിൽ പുള്ളിക്കാരൻ, കാശ്മീരി ഇവിടുത്തെ ആളാണ്. അപ്പോൾ പുള്ളിക്കാരന് നമ്മുടെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കണ്ടില്ല, ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ ഒരു 10 രൂപ എടുത്തിട്ട് ബസ്സിന്. ഗൈസ് ഇവിടെയുള്ള ആൾക്കാരും പറയുന്നത് ഇവിടെ നിന്നും നമുക്ക് ഇതുപോലെ മിനി ബസ് ഒന്നും പഹൽഗാമിലേക്ക് കിട്ടില്ല എന്നാണ്. സുമോ മാത്രമേ പോവുള്ളൂ. ഒരു കണക്കിന് ലാഭമാണ്. 100 രൂപയ്ക്ക് സുമോയിൽ ഷെയർ ടാക്സിയിൽ പോകുന്നത് ലാഭം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ബസ് ഇപ്പോൾ എടുക്കും. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നിന്നും ബനിഹാലിലേക്ക് പോകാൻ. അവിടെ നിന്ന് ഒരു 10 രൂപ എടുത്തു കഴിഞ്ഞാൽ ബനിഹാൽ വരെ ട്രെയിനിൽ പോകാം നമുക്ക്. ഏകദേശം നമ്മൾ തിരിച്ച് ആനന്ദ്നാഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് 4:55 അടുത്ത ട്രെയിൻ ബനിഹാലിലേക്ക് പോകുന്നത്. ഏകദേശം നമ്മൾ
ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് റേറ്റ് വരുന്നത്. ആനന്ദ്നാഗിൽ നിന്ന് ബനിഹാൽ വരെ. ബനിഹാലിലേക്കുള്ള ട്രെയിനിന് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം ചൂടുണ്ട്. പിന്നെ ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഓക്കെ ആയി. രാവിലത്തെ ആ ഒരു തണുപ്പും കുളിരൊക്കെ ഒന്ന് മാറി കിട്ടി. ഗൈസ്, കാശ്മീരിൽ വന്നപ്പോൾ തൊട്ട് നമ്മൾ ഒരുപാട് പട്ടികൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കാണാൻ കേട്ടോ. എല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ആൾക്കാരും അതിനൊന്നും ശല്യപ്പെടുത്താറൊന്നുമില്ല. ആഹാരങ്ങളൊക്കെ മാക്സിമം ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലാ സ്റ്റേഷനിലും നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. കണ്ടില്ലേ, പാവങ്ങളാ. കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ പിന്നെ എത്തി. ബനിഹാൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ പുറത്ത് വണ്ടി ഉണ്ടോ നോക്കട്ടെ, ബസ്സെല്ലാം കിട്ടുമോ നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ 1-2 വണ്ടി മാറി കയറി വന്നതുപോലെ തന്നെ തിരിച്ചു പോകണം. ഗൈസ്, ഞാനിങ്ങോട്ട് വന്നപ്പോൾ 2 ഓട്ടോ പിടിച്ചു, പിന്നെ 2 ബസ് മാറി കയറി, അങ്ങനെ 4 ബസ് മാറി കയറി വന്നപ്പോൾ തന്നെ എനിക്ക് 170 രൂപയായി. കുറച്ച് സമയം കുറച്ച് കൂടുതലായി. പക്ഷേ ഇവിടെ നിന്ന് ഷെയർ ടാക്സിക്ക് ഇപ്പോൾ വിളിച്ച സമയത്ത് ഒരാൾക്ക് 200 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാർഗെയിൻ ചെയ്തിട്ട്. ആദ്യം 300 പറഞ്ഞത്. ഞാൻ പിന്നെ 200 പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേർക്കും, അതായത് ഒരാൾക്ക് 200 രൂപ വെച്ചിട്ട് 4 പേർക്ക് 800 രൂപ ഇവിടെ നിന്ന് ഈ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കും. നല്ല ലാഭമാണ്. കാരണം ഞാൻ വന്നപ്പോൾ തന്നെ എനിക്കറിയാം 170 രൂപയായി. കുറേ സമയം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വന്നു ബാഗൊക്കെ കൊണ്ടിട്ട്. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമല്ലേ. 230 രൂപയുടെ അത്ര എക്സ്ട്രാ വന്നിട്ടുള്ളൂ. നമുക്ക് ലാഭമാണ്. അപ്പോൾ ഇങ്ങോട്ട് കാശ്മീരിലേക്ക് വരുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക, മാക്സിമം നിങ്ങൾ 200 രൂപ വരെ കൊടുക്കാവൂ. അതായത് ബനിഹാൽ ടു ഉദംപൂർ അല്ലെങ്കിൽ ഉദംപൂർ ടു ബനിഹാൽ എങ്ങനെ വന്നാലും, ബസ്സിലായാലും ടാക്സിക്കായാലും ഒക്കിനൊക്കെ ആയാലും. ലഗേജൊക്കെ എടുത്ത് മേളിൽ വെച്ചിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ ഇനി എന്താണ് കാശ്മീരിലേക്കുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി നേരെ ഞങ്ങൾ ഉദംപൂരിലേക്ക് പോയിട്ട് ഉദംപൂരിൽ നിന്ന് 8:30 പുറപ്പെടുന്ന ഡൽഹി ട്രെയിനിൽ സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ നേരെ ഡൽഹിക്ക് പോകണം. നാളെ രാവിലെ 7 മണിക്ക് ഡൽഹി എത്തും. അപ്പോൾ ഇനി കാശ്മീരിലേക്ക് ഇനി എന്തായാലും ഇനി അടുത്തെങ്ങും ഇല്ല. ഇനി വരുമ്പോൾ ആവട്ടെ ഇതേപോലെ വിൻ്ററിൽ തന്നെ ഒരു തവണ വരണം. പിന്നെ സമ്മറിലും പറ്റുമെങ്കിൽ വരണം. കാരണം സമ്മറിലാകുമ്പോഴത്തേക്ക് നമുക്ക് ആപ്പിളൊക്കെ വിളഞ്ഞിരിക്കുന്ന സീസണാണോ, ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ. ആ സമയത്ത് എന്തായാലും ഒരു തവണ വരണം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് 170 രൂപയിലായത്. ബസ്സിന് 100 പിന്നെ 70, പിന്നെ അതിന് പുറമേ ഓട്ടോയ്ക്ക് 20 രൂപ എടുത്തു. പിന്നെ അല്ലാതെ ഒരു ഓട്ടോയ്ക്ക് 50 രൂപ എടുക്കേണ്ടത്. അങ്ങനെ 240 രൂപ ആയി കേട്ടോ എനിക്ക്. ഇങ്ങോട്ട് വന്നപ്പോൾ 240 ആയി. അത് തിരിച്ചു പോകുമ്പോൾ ഷെയർ ടാക്സിക്ക് 200 രൂപ ആവുന്നുള്ളൂ. നല്ല ലാഭമാണ്, നമുക്ക് വേറെ തെറ്റില്ല. കാരണം 90 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടെ നിന്ന്. 2 മണിക്കൂറിൽ മേലെ യാത്രയുണ്ട്. ഗൈസ്, കാശ്മീർ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഫുള്ളി ടാർഡാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ ലാൻഡ് സ്ലൈഡൊക്കെ വന്നിട്ട് അങ്ങനെ പണി നടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. എന്നാലും മോശമൊന്നുമല്ല, നല്ല റോഡുകളായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് നമ്മൾ കാശ്മീരിലുള്ള സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം റോഡ് നല്ലതായിരുന്നു. ഗൈസ്, ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല ഹെവി ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ 3-3.5 മണിക്കൂറോളം അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരെ. അങ്ങനെ 8:30 ട്രെയിൻ മിസ്സായി. ഇപ്പോൾ ഞങ്ങൾ പിന്നെ 11:15 ട്രെയിനാണ് പിന്നീട് കയറിയത്. അപ്പോൾ ഗൈസ്, അങ്ങനെ ബനിഹാലിൽ നിന്നൊരു 3-3.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മളിപ്പോൾ ഉദംപൂർ റെയിൽവേ സ്റ്റേഷനകത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ എത്തുമ്പോൾ തന്നെ ട്രെയിൻ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ട്രെയിൻ എടുക്കാൻ സമയമായി. അപ്പോൾ നേരെ ട്രെയിനിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി നേരെ ട്രെയിനിപ്പോൾ എടുത്തു. നേരെ ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട് പരിപാടിയാണ്. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഡൽഹി എത്തും. ഉണ്ട് നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവർ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം ഇവരത് എണീപ്പിച്ചിട്ടൊക്കെയാണ് നമ്മളിത് ഇരിക്കുന്നത്. പുള്ളിക്കാരനൊക്കെ ആണെങ്കിൽ മാറിത്തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ നമ്മളിതാ നല്ലപോലെ പറഞ്ഞ് അടിയുണ്ടാക്കിയിട്ടൊക്കെയാണ് സീറ്റിലേക്ക് ഇരിക്കണണ്ടില്ലേ. എല്ലായിടത്തെ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലായിടത്തും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര മടി എണീറ്റ് മാറാൻ. അവസരം കണ്ടില്ലേ, നമ്മളതാ ഇവിടെ എത്തി. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ കാശ്മീരിലെ വ്ളോഗ് ഇതാ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഡൽഹി പോയിട്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.